പോയിന്റുകൾ മാത്രം ഒന്ന് കവർ ചെയ്ത് വിട്ടാൽ മതി. ടൈപ്സ് ഓഫ് പ്രൈമറി കോയിൽ സൊസൈറ്റീസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ അതിൻ്റെ ഉള്ളിൽ വരുന്ന പോയിൻറ്റ്സുകളാണ്. ജസ്റ്റ് വായിക്കുക, പോയിന്റുകൾ ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് എഴുതണം. പിന്നെ അതിൽ വരുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ് എന്നൊക്കെയാണ്. 4ാമത്തെ ഡയറി കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഇത് മോസ്റ്റ് ഓഫ് ദി മിൽക്കുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് റൂറൽ ഏരിയാസുകളിലായിരിക്കും. സ്മോൾ ഫാർമേഴ്സ് അല്ലെങ്കിൽ 1 or 2 ആനിമൽസ് ഇങ്ങനെയൊക്കെ കീപ്പ് ചെയ്യുന്ന സ്മോൾ ഫാർമേഴ്സ് തന്നെയായിരിക്കും ഇത് മിൽക്കുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇന്നഡിക്കേറ്റഡ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രോബ്ലംസ് ഒക്കെ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അവർ ഈ ഡയറി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആയിരിക്കും അവർക്ക് വേണ്ടിയിട്ടുള്ള ടെക്നിക്കൽ ഫെസിലിറ്റികൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടാവുക. ഫിഫ്ത്ത് പോയിൻ്റാണ് ഫിഷറി കോഓപ്പറേറ്റീവ്. ഇത് അബഡൻസ് സ്കോപ്പാണ് ഇനി ഇന്ത്യയിൽ ഫിഷിംഗ് ഇൻഡസ്ട്രി എന്ന് വന്നിട്ട് പ്രോട്ടീൻ ഫുഡുകളൊക്കെ ചീപ്പർ കോസ്റ്റിൽ തന്നെ അവർക്ക് പ്രോട്ടീൻ ഫുഡായിട്ടൊക്കെ ഫിഷസിന് കൊടുക്കുക. വീക്കർ സെക്ഷൻ ഓഫ് കമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ചിലവിൽ തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രോട്ടീൻ ഫുഡുകളൊക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത് ഈ ഫിഷറി കോഓപ്പറേറ്റീവ്സ് ആയിരിക്കും. ഇതിൽ ഒരുപാട് ഫുൾ ഫോമുകളൊക്കെ പഠിക്കാനുണ്ട് കേട്ടോ, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്തിട്ട് പോവുക. ഇൻഡസ്ട്രിയൽ കോഓപ്പറേറ്റീവ്സ് ഇൻ ഇന്ത്യയിൽ ഈ 6 പോയിൻ്റാണ് ഇപ്പോൾ കവർ ചെയ്തിട്ടുള്ളത്. ഈ 6 പോയിൻറ്റും അതിൻ്റെ ഉള്ളിൽ വരുന്ന കുറച്ച് പോയിന്റുകളും ഇൻക്ലൂഡ് ചെയ്ത് പഠിക്കുക. ഒരുപാട് വാരി വലിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല, കാരണം മറന്നു പോകും അത്. അപ്പോൾ അതിൻ്റെ 6 പോയിൻറ്റും അതിൻ്റെ ഉള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ മാത്രം പഠിച്ച് കവർ ചെയ്താൽ മതി. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം.